29 പേരെ കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ-ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണല്ലോ ആദ്യം തന്നെ ഏറ്റെടുത്തത്. ഈ സംഘടനയുടെ നിലവിലെ തലവനായ ഷെയ്ഖ് സജ്ജാദ് ഗുൾ ഇയാളാണ് ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് NIA അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ ഇയാൾക്ക് കേരളവുമായി ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സജ്ജാദ് ഗുൾ ഭീകരവാദിയാകുന്നതിന് മുമ്പ് കേരളത്തിൽ പഠിച്ചിരുന്നു എന്നാണ് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI വളർത്തിയെടുത്ത ഭീകരനാണ് ഈ സജ്ജാദ് ഗുൾ എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ എങ്ങനെ കേരളത്തിലെത്തി? ശ്രീനഗറിൽ പഠിച്ച് ബാംഗ്ലൂരിൽ MBAയും കഴിഞ്ഞതിന് ശേഷം സജ്ജാദ് ഗുൾ കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്നാണ് PTI റിപ്പോർട്ടിലുള്ളത്. ഇതിനുശേഷം ശ്രീനഗറിൽ തിരിച്ചെത്തിയ ഇയാൾ അവിടെ മെഡിക്കൽ ലാബ് തുറക്കുകയും ഇതിനോടൊപ്പം തീവ്രവാദികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ തുടങ്ങി. തീവ്രവാദികൾക്ക് അതുപോലെ ഭീകരർക്ക് സഹായം ചെയ്യുന്നതിനിടയിൽ 2002 ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് RDXുമായിട്ട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭീകരവാദ കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെട്ട സജ്ജാദ് പിന്നീട് 2017 ജയിൽ മോചിതനായത്. ജയിലിൽ നിന്നിറങ്ങിയതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് പോകുകയും ചെയ്ത ISIയുടെ ശിക്ഷണത്തിലും ഉപദേശത്തിലും റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടന രൂപീകരിക്കാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തു. ഇന്ത്യക്ക് പുറത്ത് രൂപീകരിച്ച സംഘടനകൾക്ക് പകരം ഇന്ത്യക്ക് അകത്തുള്ളവരെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുക എന്ന തന്ത്രമാണ് ISI നടപ്പിലാക്കിയത്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത്. ഒരു കുടുംബം ഇല്ലാതാക്കാൻ ആ കുടുംബത്തിന്റെ അകത്ത് നിന്നൊരു വ്യക്തി മതിയാകും. ഒരു രാജ്യം ഇല്ലാതാക്കാൻ ആ രാജ്യത്ത് നിന്ന് ഇതുപോലെയുള്ള 10 പേര് മതിയാകും. പുൽവാമയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ ആഗോളതലത്തിൽ തന്നെ ചർച്ചകൾ വരികയും ചെയ്തു. ഭാവിയിൽ അത് ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു TRFിലൂടെ ISI ലക്ഷ്യമിട്ടത്. മോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടി TRFിന്റെ പ്രവർത്തനം സജീവമായി. 2020 മുതൽ 2024 വരെ നിരവധി ആക്രമണങ്ങൾ ഇവർ ജമ്മു കാശ്മീരിൽ നടത്തി. കാശ്മീരികളല്ലാത്തവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് TRFിന്റെ സ്വഭാവമായിരുന്നു. നിലവിൽ 50 വയസ്സുള്ള സജ്ജാദ് ഗൗളിനെ പിടികൂടുന്നവർക്ക് സഹായമായിട്ട് 10 ലക്ഷം രൂപയാണ് ഇനാമായിട്ട് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2022 തന്നെ ഇയാളെ ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണത്തിൽ മലയാളികളുടെ ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇയാൾ എങ്ങനെയാണ് കേരളത്തിലെത്തിയത്? ഇയാൾ പാകിസ്ഥാൻ പൗരനാണോ നിലവിൽ? ഇയാൾക്ക് ഇന്ത്യൻ പൗരത്വമുണ്ടോ? ഇന്ത്യക്ക് അകത്തിരുന്നിട്ട് പാകിസ്ഥാൻ ഇയാള് വിടുപണി ചെയ്യുകയായിരുന്നോ? രാജ്യത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഒരു മലയാളി യുവാവ് കാശ്മീരിലെ വനമേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയില്ലേ? മലയാളി സാന്നിധ്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നതെല്ലാം. കാശ്മീര് കാണാൻ പോയ മലയാളി യുവാവ് ഗുൽമാർഗിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. പാലക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മംകോട് കരുവാൻതൊടി മുഹമ്മദ് ഷാനിബ് എന്ന 28കാരന്റെ മൃതദേഹമാണ് വനമേഖലയിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മൃതദേഹത്തിന് 2 ആഴ്ചയിലേറെ പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഏപ്രിൽ 13 കാശ്മീര് കാണുന്നതിന് വേണ്ടി ഷാനിബ് വീട്ടിൽ നിന്നും പുറപ്പെട്ടത് എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. ഗുൽഗാമിനോട് ചേർന്ന ഒരു ഭാഗത്തുള്ള വനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം കണ്ടെത്തിയത്. രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയാണ് എന്ന് കാശ്മീരി പോലീസ് തന്നെ കണ്ടെത്തുന്നു. അതിന് പിന്നാലെ മണ്ണാർക്കാട് പോലീസിനെ കാശ്മീർ പോലീസ് ബന്ധപ്പെടുന്നു. തുടർന്ന് വാർഡ് മെമ്പർ, ബന്ധുക്കൾ തുടങ്ങിയവർ സംഭവം സ്ഥിരീകരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പാലക്കാട്ടേക്ക് എത്തിക്കുമെന്നാണ് കേൾക്കുന്നത്. ബാംഗ്ലൂരിൽ വയറിംഗ് ജോലിക്കാരനായിരുന്നു ഈ ഷാനിബ്. ജോലിക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് എന്ന് ബന്ധുക്കൾ പറയുന്നു. ഈ വനമേഖലയിലേക്ക് യുവാവ് എങ്ങനെയാണ് എത്തിയത്? ആരാണ് എത്തിച്ചത്? എന്തായിരുന്നു ഇയാളുടെ ജോലി? ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അബ്ദുൽ സമദ് ഹസീന എന്ന് പറയുന്ന മാതാപിതാക്കളുടെ മകനാണ് മുഹമ്മദ് ഷാനിബ്. മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനാണ്.
പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഇയാളാണ്. ഇന്ത്യയിലെ പാവങ്ങളുടെ ജീവനുകളാണ് പഹൽഗാമിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കുതന്ത്രം എടുത്തത്. 29 പേരുടെ സിന്ദൂരമാണ് മായ്ച്ചു കളഞ്ഞത്. 29 കുടുംബങ്ങളെയാണ് ഇവൻ അനാഥമാക്കിയത്. ഇന്ത്യൻ കുടുംബത്തിൽ കയറിയിട്ടുള്ള കളി, പഹൽഗാമിലെ വിനോദസഞ്ചാരികളെ ചോദ്യം ചെയ്തിട്ടുള്ള കൊലപാതകം, മതം ചോദിച്ചിട്ടുള്ള മതവെറിയാണ് അവിടെ കാണിച്ചത്. ഈ ചോദ്യം ചെയ്യലിലൂടെ സ്ത്രീകളെ വെറുതെ വിട്ടിട്ട് ഇന്ത്യൻ കുടുംബങ്ങളെ അനാഥമാക്കുക, ഇന്ത്യക്കാർക്കിടയിൽ മത തീവ്രവാദം വളർത്തിയെടുക്കുക, മതവിദ്വേഷം വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഈ തീവ്രവാദത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി. നിരവധി സ്ത്രീകളുടെ സിന്ദൂരം ആക്രമണത്തിൽ മാഞ്ഞുപോയി. തിരിച്ചടിയെക്കുറിച്ച് ഒരിക്കൽ പോലും മസൂദ് അസർ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു തിരിച്ചടി. 29 കുടുംബങ്ങളിലെ ആളുകളെ ഇവൻ വെള്ള പുതപ്പിച്ച് കിടത്തിയപ്പോൾ ഇവന്റെ കുടുംബത്തിൽ ഒരാൾ പോലും ഇല്ലാതെയായി പച്ചയിൽ നിൽക്കാൻ. എല്ലാവരും വെള്ള പുതച്ചു. ഒട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ബ്രഹ്മാവ് ചതിക്കുമെന്നൊരു ചൊല്ലില്ലേ, അതുപോലെ തന്നെ കാൻപൂരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ നമ്മുടെ നൂപുർ ശർമ്മ വിഷയത്തിൽ അവരുടെ വീടുകളൊക്കെ അടിച്ചു തകർത്തു. കുറച്ച് കാൻപൂരിലെ കാക്കാമാര് തിരിച്ചു ചെന്നപ്പോൾ അവരുടെ വീടില്ല. ബുൾഡോസർ ഇറക്കി നമ്മുടെ ബുൾഡോസർ ബാബ അങ്ങ് തകർത്തു. അതുപോലെ 29 കുടുംബങ്ങളെയും തകർത്തിട്ട് സന്തോഷത്തോടുകൂടി ചിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കയറാൻ മസൂദ് അസർ നോക്കുമ്പോൾ ആരുമില്ല. എല്ലാവരെയും ഇന്ത്യ കൊണ്ടുപോയി. വെള്ളത്തുണിയിൽ പുതപ്പിച്ച് ശരീരം ഇവിടെ കിടത്തി തല ഇന്ത്യ കൊണ്ടുപോയി. പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കും തിരിച്ചടി. അത് പ്രതീക്ഷിക്കണ്ടേ? ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ എന്താണെന്ന് ചിന്തിക്കണ്ടേ? സാധാരണക്കാരെ മതത്തിന്റെ പേരിൽ ഭീകരരാക്കി മാറ്റി ചാവേറുകളാക്കി ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്ന മസൂദ് അസർ പാകിസ്ഥാനിലെ സുരക്ഷിതമായ കേന്ദ്രത്തിൽ അവനിരിക്കുവാണ്. പക്ഷെ തക്ഷകനെ പോലെ ഇന്ത്യയുടെ മിസൈൽ എത്തി അവന്റെ അടുത്തേക്ക്. ഒരിക്കലും ഈച്ച പോലും വരില്ല എന്ന് കരുതിയ സുരക്ഷിതമായ താവളം, അവിടെയാണ് അവൻ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ പാർപ്പിച്ചത്. അവിടെയാണ് തക്ഷകന്റെ രൂപത്തിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചത്. ഈ കേന്ദ്രമാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ മൗലാന മസൂദ് അസർ, അയാളുടെ കുടുംബത്തിലെ 14 പേർ കൊല്ലപ്പെട്ടതായി വിവരം. മസൂദ് അസറിന്റെ സഹോദരി അടക്കമുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടത്. താനും മരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് ഈ കനത്ത നഷ്ടത്തിൽ മസൂദ് അസറിന്റെ പ്രതികരണം. ഇന്ത്യയുടെ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മസൂദ് അസർ പ്രസ്താവന ഇറക്കി. ഇനി ആക്രമിച്ചാൽ ഇതിലും വലുത് അസർ നേരിടേണ്ടി വരുമെന്നും മസൂദ് അസറിനെ തൽക്കാലം വെറുതെ വിട്ട ഇന്ത്യ ഭാവിയിൽ ഈ തീവ്രവാദത്തെയും ഈ തീവ്രവാദിയെയും വകവരുത്തും എന്നത് ഇന്ത്യ തന്നെ ഉറപ്പു നൽകിയിട്ടുള്ള വസ്തുത. അതായത് ഇവന് ഇന്ത്യ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് ഈ തീവ്രവാദിയെ മാത്രം വെറുതെ വിട്ടത്. അവന്റെ ജീവൻ പിന്നീട് എടുത്തോളാമെന്നായിരിക്കും ഇന്ത്യ ഉദ്ദേശിച്ചിരിക്കുക. ശരി, ഇന്ത്യ ഭാവിയിൽ ഇവന്റെ ജീവനും എടുക്കും. ഓക്കെ, മസൂദ് അസറിന്റെ വിലാപത്തോടെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസറിന്റെ ജന്മനാടാണ് ബഹാവൽപൂർ. ഇന്ത്യൻ സേനകളുടെ ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറിയത് പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ. ബഹാവൽപൂർ, കോട്ട്ലി, മുരിഡ്, ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യൻ സേനകൾ ആക്രമണം നടത്തി അവരുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. പാകിസ്ഥാന്റെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബ പ്രധാനപ്പെട്ട താവളങ്ങൾ ഇനിയില്ല. ഇന്ത്യൻ തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പാകിസ്ഥാനിലെ ബഹാവൽപൂർ തന്നെയായിരുന്നു. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ബഹാവൽപൂർ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ 12ാമത്തെ നഗരം, വലിയ ജനസംഖ്യയുള്ള നഗരം. ജനങ്ങൾ തിങ്ങിപ്പറക്കുന്നതിനിടയിലാണ് ജെയ്ഷെ ആസ്ഥാനം ഒരുക്കിയത്. ആരും തങ്ങളെ ഇവിടെ എത്തി ആക്രമിക്കില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർ. ലാഹോറിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ്, സുബ്ഹാനല്ലാഹ് കോംപ്ലക്സ്, ഇതൊക്കെ ഉസ്മാൻ അലി ക്യാമ്പസ് ഒക്കെ തകർത്തു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേട്ടാൽ ഇനി അവർ വിറയ്ക്കും. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ബഹാവൽപൂരിലെ ഉസ്മാൻ അലി ക്യാമ്പസ്. ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റിന്റെ ഹബ്ബായി പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ്. 18 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഉസ്മാൻ അലി ക്യാമ്പസ് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന ക്ലാസുകൾ, സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ പ്രധാന കേന്ദ്രം. അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഉസ്മാൻ അലി ക്യാമ്പസ്. അൽ റഹ്മത്ത് ട്രസ്റ്റ് വഴിയാണ് ജെയ്ഷെ മുഹമ്മദ് ഇവിടേക്കുള്ള പണം സ്വരൂപിച്ചിരുന്നത്. 2012 ഭീകര പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ജെയ്ഷെ ഇവിടെ സജ്ജമാക്കി. 18 ഏക്കറുള്ള ക്യാമ്പസിൽ ഗ്രാൻഡ് സെൻട്രൽ മോസ്ക്, മദ്രസ തുടങ്ങിയവയ്ക്ക് പുറമെ നീന്തൽക്കുളം, ജിംനേഷ്യം, കുതിരാലയങ്ങൾ, ആയുധ
കലാ പരിശീലന കേന്ദ്രങ്ങൾ, ഇതൊക്കെ സൗകര്യമുണ്ടായിരുന്നു. 2002 ജെയ്ഷെ മുഹമ്മദിനെ നിരോധിത സംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ഇത്. എന്നാൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടും ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനം സജീവമായി തുടർന്നു. ബെഹാവൽപൂരിലെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിലായിരുന്നു ജെയ്ഷെയുടെ പ്രവർത്തനം. പാകിസ്ഥാൻ സൈനിക കേന്ദ്രവും തൊട്ടടുത്ത് തന്നെയുണ്ട്. ബെഹാവൽപൂരിൽ രഹസ്യ ആണവ കേന്ദ്രമുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. ഇവിടെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് 70ഓളം ഭീകരരെ വധിച്ചതായിട്ടാണ് സൈന്യം വ്യക്തമാക്കിയത്. 25 മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യ 24 മിസൈലുകൾ പ്രയോഗിച്ചത്. അതിലേറെയും പതിച്ചത് ഉസ്മാൻ അലി ക്യാമ്പസിൽ തന്നെ. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബെഹാവൽപൂർ ലാഹോറിൽ നിന്നും 400 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ജെയ്ഷെ റിക്രൂട്ട്മെന്റ് അടക്കം പ്രബോധന പരിശീലന പരിപാടികളും ഫണ്ട് റൈസിംഗുകളും ഉൾപ്പെടെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രം കൂടിയാണിത്. ഏകദേശം 18 ഏക്കറോളം നീണ്ടുകിടക്കുന്ന ഈ പ്രദേശം ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രമായി ഭീകരർ കരുതി വന്നിരുന്നു. പള്ളിയും സെമിനാരിയും ഉൾപ്പെടെ ചേർന്ന് കിടക്കുന്ന കേന്ദ്രമാണിത്. പ്രത്യേക രീതിയിലാണ് ഈ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു പള്ളി, 600ഓളം ട്രെയിനികൾക്ക് പരിശീലനം നൽകാൻ തക്ക രൂപത്തിലുള്ള മദ്രസ ഈ കോംപ്ലക്സിലുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായിട്ടുള്ള മൗലാന മസൂദ് അസർ ജനിച്ചതും വളർന്നതും ഈ സുരക്ഷാ കവചങ്ങൾക്കകത്താണ്. പാകിസ്ഥാൻ 31 കോപ്സ് ആർമി കന്റോൺമെന്റിൽ നിന്നും മൈലുകൾ മാത്രം അകലെയാണ് ഈ ഭീകര കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതിനകത്തേക്ക് ഇന്ത്യയുടെ മിസൈലിന് പതിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യക്ക് നിങ്ങളുടെ ഏത് ഈറ്റില്ലകളിലേക്കും തുളച്ചു കയറാൻ സാധിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. നന്ദി.